ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളിന്ന് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു പോർഷനാണ് പഠിക്കുന്നത്. ഡാറ്റ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുക, ഡാറ്റാസ് അഥവാ വീഡിയോസ് ഇതൊക്കെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുക, ഇമേജസ്, നമ്പേഴ്സ് എല്ലാം ഒരു ഫിക്സ്ഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വയ്ക്കുക അല്ലേ. അപ്പോൾ ഈ ഡാറ്റ കമ്പ്യൂട്ടറിൽ ഫിക്സ്ഡ് നമ്പർ ഓഫ് ബിറ്റ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സിന് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക നോക്കാം. നമ്പേഴ്സിന് ഏത് മോഡിലോട്ട് മാറ്റിയിട്ടാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. നമ്പർ എന്ന് പറയുമ്പം രണ്ട് ടൈപ്പുണ്ട്. ഒന്ന് ഇൻറ്റിജർ നമ്പറും രണ്ടാമത്തേത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പറും. ഇൻറ്റിജർ എന്ന് പറയുമ്പം ഡെസിമൽ പാർട്ട് ഇല്ലാത്തത്, ഡെസിമൽ പോയിൻ്റ് ഇല്ലാത്തത് അല്ലേ. മറ്റേതിൽ ഡെസിമൽ ഫ്ലോട്ട് എന്ന് പറയുമ്പം ഫ്രാക്ഷനുണ്ട്, ഫ്രാക്ഷണൽ പാർട്ടുണ്ട്, അങ്ങനെ പറയാം. ഇതിൽ വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ടാണ്, വിത്തൗട്ട് ഫ്രാക്ഷണൽ. എക്സാമ്പിൾ 1, 2, 3, -1, -2 ഒക്കെ അല്ലേ. ഇതിലിപ്പം ഫ്ലോട്ട് എന്ന് പറയുമ്പം വിത്ത് ഫ്രാക്ഷണൽ പാർട്ട് അല്ലേ. 2.1, 2.3, 2.01 എക്സെട്ര ഇങ്ങനെ വരും. ഇനി ഇൻറ്റിജേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻറ്റിജർ നമ്പറിനെ എങ്ങനെയാണ് മെമ്മറിയിൽ ട്രീറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ മെമ്മറിയിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ 3 തരത്തിലാണ്. ഇൻറ്റിജർ നമ്പറിന് കേട്ടോ, ഇൻറ്റിജർ നമ്പറിനെ 3 തരത്തിലാണ്. ഒന്നാമത്തേത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ. രണ്ടാമത്തത് വൺസ് കോംപ്ലിമെൻ്റ്. മൂന്നാമത്തേത് ടൂസ് കോംപ്ലിമെൻ്റ്. ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ എന്താണ്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ അല്ലേ. അപ്പോൾ ഇത് എളുപ്പമാണ്, വലിയ സംഭവമൊന്നുമല്ല, എളുപ്പമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിപ്പം ഒരു ഇൻറ്റിജർ നമ്പർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. പോസിറ്റീവ് 23 എടുത്തു, നെഗറ്റീവ് 23 എടുത്തു. ഈ രണ്ട് നമ്പറിനെയും എങ്ങനെയാണ് ഈ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം പഠിക്കണം. നിങ്ങളിപ്പോൾ ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ബിറ്റുകളിലാണല്ലോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, ബൈനറി ഫോമിലാണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എത്ര ബിറ്റ് യൂസ് ചെയ്യാം അതിനൊരു റൂളുണ്ട്. അഥവാ 8 ബിറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 2⁻8 -1 നമ്പേഴ്സിനെ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ ആണോ? നോക്കിക്കേ, 2⁻8 -1 എന്ന് വെച്ചാൽ 255 അല്ലേ. 255 ആണ്. 255 എന്ന് പറയുമ്പോൾ -127 to +127. ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ നമ്പറും ഇൻക്ലൂഡഡ് -127 +127 ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിലുള്ള എല്ലാ നമ്പേഴ്സും നിങ്ങൾക്ക് 8 ബിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി 9 ബിറ്റ് കൊണ്ടാണെങ്കിൽ 2⁻9 -1 ഇത്രയും നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 23 എത്ര ബിറ്റ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 23 ഇതിൻ്റെ ഇടയിൽ വരുന്നതല്ലേ 23. അപ്പോൾ എന്താണ്, ഞാൻ 8 ബിറ്റാണ് എടുത്തിരിക്കുന്നത് അല്ലേ, 8 ബിറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 23യുടെ ബൈനറി ഫോം ഫസ്റ്റ് തന്നെ നോക്കുക. ഏതാണ് 23യുടെ ബൈനറി ഫോം? എന്താണ്? 1011 ആണ് 23യുടെ ബൈനറി ഫോം. ഇത് എത്ര ബിറ്റായി? 1 2 3 4 5 ആയിട്ടേ ഉള്ളൂ. 6 7 8 വരണമല്ലോ. അപ്പോൾ നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. പിറകിൽ ലെഫ്റ്റ് സൈഡിൽ എത്ര 0 ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്ലസ് നമ്പേഴ്സ് ആണെങ്കിൽ, പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ MSD എന്തായിരിക്കണം? 0 ആയിരിക്കണം. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ MSD 1 ആയിരിക്കണം. MSD എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്പറിൻ്റെ ഏറ്റവും ആദ്യത്തേതിലെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, ഏറ്റവും വെയിറ്റ് കൂടുതലുള്ളത് അല്ലേ. പിന്നെ LSD ഇതാണ് അല്ലേ.
അപ്പോൾ ഈ MST, ഇപ്പോൾ നിങ്ങൾ ലെഫ്റ്റിൽ ആദ്യത്തെ ഉള്ളത് MST എന്ന് വിചാരിക്കാം. ഇപ്പോൾ പ്രീവിയസ് ക്ലാസ്സിലുണ്ട് MSTയും LSTയും എന്താണ്. അപ്പം ഇവിടെ 0 പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇത് 0 ആകണം. ഇത് 0 തന്നെയാണ്, മാറ്റണ്ട അല്ലേ. അപ്പം എന്താണ് 0 0 0 1 0 1 1 1 ആണ് നമ്മുടെ ആൻസർ. ഇനി -23 ആണെങ്കിലോ 1 0 1 1 1 23യുടേത് ബാക്കി 3 ബിറ്റ് 0 ഇട്ട് കൊടുക്കുന്നു. ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ MSD 1 ആയിരിക്കണം. ഈ 0 മാറ്റിയിട്ട് 1 ആക്കുന്നു അല്ലേ. അപ്പോൾ എന്തായി ആൻസർ 1 0 0 1 0 1 1 ആയി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻറ്റേഷൻ ഇത്രയേ ഉള്ളൂ. ഇനി വൺസ് കോംപ്ലിമെൻറ്റ് എളുപ്പമാണ്. വൺസ് കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷൻ ഒരു എക്സാമ്പിൾ എഴുതാം. ഒരു ബൈനറി നമ്പറിന് വെച്ചിട്ടാണ് നമ്മളൊരു വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നത്. 23 തന്നെ എടുക്കാം. 23 ഞാനെടുത്തു. 23 എടുത്തപ്പം എന്തായി 1 0 1 1 1 കിട്ടിയില്ലേ. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ ഇതിലുള്ള 1നെയൊക്കെ 0 ആക്കുക, 0നെയൊക്കെ 1 ആക്കുക. എങ്ങനെയാണ് 0 1 0 0 0. ഇതാണ് 23യുടെ വൺസ് കോംപ്ലിമെൻറ്റ്. മനസ്സിലായോ? ഒന്നുമില്ല. 1നെയൊക്കെ 0 ആക്കുക, 0നെയൊക്കെ 1 ആക്കുക. ഇനി ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ 1 0 1 1 1. ഇതാണ് വൺസ് കോംപ്ലിമെൻറ്റ്. ഇതാണ് 23. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്താണ്? 0 1 0 0 0 അല്ലേ. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റിനോട് നമ്മൾ എന്ത് ആഡ് ചെയ്യുക? +1 ആഡ് ചെയ്യുക. +1 ആഡ് ചെയ്യുമ്പം എങ്ങനെയാണ് 1ഉം 0യും ആഡ് ചെയ്യുന്ന സമയത്ത് 1 അല്ലേ. 0 0 തന്നെ 0 1 0. ഇതാണ് ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ടൂസ് കോംപ്ലിമെൻ്റ്. അപ്പം എന്താണ്? വൺസ് കോംപ്ലിമെൻറ്റിനോട് 1 ആഡ് ചെയ്യുന്നതാണ് ടൂസ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയല്ലോ. വൺസ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു നമ്പർ എടുത്ത് അതിൻ്റെ ബൈനറി ഫോമിലോട്ട് മാറ്റിയിട്ട് ആ ബൈനറി ഫോമിലുള്ള 1നെല്ലാം 0 ആക്കുക, 0നെല്ലാം 1 ആക്കുക. ടൂസ് കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ വൺസ് കോംപ്ലിമെൻറ്റിനോട് 1 ആഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി ഈ വൺസ് കോംപ്ലിമെൻറ്റിലും ടൂസ് കോംപ്ലിമെൻറ്റിലും ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. നിങ്ങളിപ്പം പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുമെങ്കിൽ, നേരത്തെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊന്നും പറയാതെയാണ് വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് -119ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണാൻ പറഞ്ഞു. -119ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്. ആദ്യം തന്നെ 119ൻ്റെ ബൈനറി നമ്പർ എഴുതി. എത്രയാ? 0 1 1 1 0 1 1 1. നോക്കിക്കേ, ഇത് ഞാൻ എന്തിനാണ് ഇവിടെ 0 ഇട്ട് കൊടുത്തത്? കാരണം 119 127ൻ്റെ അണ്ടറിൽ വരുന്നതല്ലേ. അപ്പം 8 ബിറ്റാണ് യൂസ് ചെയ്യുക. ഓക്കെ, 8 ബിറ്റ് എടുത്തു. പിന്നെ -119 ആകുമ്പം ശ്രദ്ധിക്കണം, ഇവിടെ 0 ഉള്ളത് 1 ആക്കി മാറ്റണം. ഞാൻ പറഞ്ഞു നെഗറ്റീവ് നമ്പർ ആകുമ്പം MSD 1 ആണ്. അപ്പോൾ 1 1 1 1 0 1 1 1. ഇതാണ് ആൻസർ ഉണ്ടാവുക അല്ലേ. ഇതാണ് -119 അല്ലേ. ഇനി നിങ്ങളിതിൻ്റെ കോംപ്ലിമെൻറ്റ് കാണുക. വൺസ് കോംപ്ലിമെൻറ്റ് കാണുകയെന്ന് വെച്ചോ. വൺസ് കോംപ്ലിമെൻറ്റ് കാണുകയെന്ന് വെച്ചാൽ ഈ MSDനെ ഇവിടെ നിർത്തുക. MSDനെ, കാരണം ഈ സൈനിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തതാണല്ലോ, സൈൻ ഇട്ട് കൊടുക്കാൻ. അയാൾ അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം നേരത്തെ ചെയ്ത സെയിം പരിപാടി. എന്താണ്? 1 ഉള്ളത് 0 ആക്കുക, 0 ഉള്ളത് 1 ആക്കുക. എന്നിട്ട് ഇയാളെ താഴെ ഇങ്ങനെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, ഇതാണ് 119ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്. ഇനി +119 ആണെങ്കിൽ ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റിൽ ഒരു ചേഞ്ചും ഇല്ല. ഇത് ഇതേപോലെ അതിൻ്റെ ബൈനറി ഫോം എന്തായിരുന്നു? 0 1 1 1 0 1 1 1 ആയിരുന്നു അതിൻ്റെ ബൈനറി ഫോം. ഇവിടെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, കാരണം
പോസിറ്റീവ് നമ്പറിൻ്റെ MSD 0 തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ്, ഒരു മാറ്റവും വരുത്തേണ്ടത്. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പ്ലസ് സൈൻ ഇട്ട നമ്പേഴ്സിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റിൽ ഒരു ചേഞ്ചും ഇല്ല. ഇവിടെയുള്ള സൈൻ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ആണോ? ഇനി ഇതേപോലെ തന്നെ ടൂസ് കോംപ്ലിമെൻറ്റിലും ഉണ്ട് ഒരു ട്വിസ്റ്റ്. സെയിം ട്വിസ്റ്റ്. ഞാനൊരു എക്സാമ്പിൾ തരാം. 38ൻ്റെ ബൈനറി ഫോം എങ്ങനെയാണ്? 38 സിമ്പിൾ 38 എന്താണ്? 1 0 0 1 1 0 അല്ലേ? ഇതിൻ്റെ വൺസ് എന്താണ്? റിപ്പീറ്റ് ചെയ്യുക. സിമ്പിൾ 38 0 1 1 0 0 1 അല്ലേ? ഇതിൻ്റെ വൺസ് ഇങ്ങനെയാണ്. ഇതിൻ്റെ ടൂസോ +1 ആഡ് ചെയ്യുന്നു, നമ്മൾ ആൻസർ കണ്ടെത്തുന്നു. അത്രയേ ഉള്ളൂ അല്ലേ? ഓക്കെ ആണോ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിൻ്റെ ബൈനറി അഡിഷൻ ചെയ്യാം. നിങ്ങൾക്കറിയാം ബൈനറി അഡിഷൻ എന്ന് പറഞ്ഞാൽ 1ഉം ആഡ് ചെയ്യുന്ന സമയത്ത് 0 ക്യാരി 1, 1ഉം 0യും ചെയ്യുന്ന സമയത്ത് 1, ദെൻ 0 ഇറക്കി എഴുതുന്നു, 1 ഇറക്കി എഴുതുന്നു, 1 ഇറക്കി എഴുതുന്നു, 0 അല്ലേ? ബൈനറി അഡിഷനാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇതാണ് നോർമൽ 38ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്. ഇനി +38ൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്താണെന്ന് നോക്കാം. +38ൻ്റെ ബിറ്റ് എങ്ങനെ വരും? +38 ആകുമ്പം 8 ബിറ്റിൽ വരുന്നതാണ്. കാരണം 2⁻8 - 1 255 ആണ്. അഥവാ -127 to +27 നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു ഓൾറെഡി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 0 0 1 0 0 1 1 0. ഇതാണ് +38 അല്ലേ? അപ്പം നമുക്കറിയാം പ്ലസ്സിന് നമ്മളെപ്പോഴും പോസിറ്റീവ് നമ്പർ ആകുമ്പം 0 ആണ് MSD കൊടുക്കുന്നത്. 0 തന്നെയാണ്. ദർ ഇസ് നോ ചേഞ്ച് അല്ലേ? പ്ലസ് നമ്പർ. അപ്പം ഇവിടെ ഒരു ചേഞ്ചും ഇല്ല. നേരത്തെ പോലെ തന്നെ വൺസ് കോംപ്ലിമെൻറ്റ് കണ്ടതുപോലെ തന്നെ ഒരു ചേഞ്ചും ഇല്ല. ഇയാളെ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി ടൂസ് കോംപ്ലിമെൻറ്റ് കാണാൻ. ഓക്കെ, ടൂസ് കോംപ്ലിമെൻറ്റ് കാണാൻ ഇയാളെ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഇനി -38 ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നേരത്തെ സെയിം പോളിസി, നേരത്തെ ചെയ്ത സെയിം പരിപാടി എങ്ങനെയാണ്? ഈ ഒരു പൊസിഷനിൽ 1 ആക്കണം അല്ലേ? കാരണം അത് നെഗറ്റീവാണ്. 1 0 1 0 0 1 1 0. ഇയാളെ ഇവിടെ വയ്ക്കുന്നു, അയാളെ ഞാൻ അവിടെ തന്നെ സെറ്റിൽ ചെയ്ത് വയ്ക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാം എന്താ ചെയ്യും? വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നു, 1 1. ഇയാൾ അതേപോലെ വെച്ചു കിട്ടോ. ബാക്കിയുള്ളതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് 0 1 1 0 0 1. ഇതാണ് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ്. എന്നിട്ട് അതിൻ്റെ പ്ലസ് 1 ചെയ്യുക, ബൈനറി അഡിഷൻ ചെയ്യുക. 1 ചെയ്യുക, 1ഉം 1ഉം 0 ആണ്. ക്യാരി 1 1 + 0 1 0 1 1 0 1 1. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങൾ നോർമൽ ഒരു നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പോസിറ്റീവ് നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സെയിം, ഒന്നും മാറ്റം വരുത്തണ്ട. 8 ബിറ്റിൽ എഴുതുക. 8 ബിറ്റിലാണെങ്കിൽ 8 ബിറ്റിൽ എഴുതുക. 127 അതിൻ്റെ ഇടയിലുള്ളതാണെങ്കിൽ 8 ബിറ്റിൽ എഴുതുക. MSD 0 ആക്കി വയ്ക്കുക. നെഗറ്റീവ് നമ്പറിൻ്റെതാണെങ്കിൽ MSD ഒഴിച്ച് ബാക്കി എല്ലാ നമ്പറും സെയിം പ്രോസസ്സ് ചെയ്യുക. അഥവാ 0s 1s ആക്കുക, 1s 0s ആക്കുക. ഇനി ടൂസ് കോംപ്ലിമെൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് നമ്പറിൻ്റെത് സെയിം നമ്പർ ഇറ്റ്സെൽഫ് അല്ലേ? ഓക്കെ, സെയിം ഇറ്റ്സെൽഫ്. നെഗറ്റീവ് നമ്പറിൻ്റെതാണെങ്കിൽ എന്ത് ചെയ്യുക? വൺസ് കോംപ്ലിമെൻറ്റ് കാണുക. അഥവാ MSDനെ അവിടെ വെച്ചിട്ട് അതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ടൂസ് കോംപ്ലിമെൻറ്റ് കാണുക, +1 ആഡ് ചെയ്തിട്ട്. ഓക്കെ ആണല്ലോ? താങ്ക് യു.